പാലക്കാട് നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ മീനാക്ഷി, മകൻ സുധാകരൻ എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കൊലക്കേസ് പ്രതിയും അയൽക്കാരനുമായ ചന്താമരയ്ക്കായി നെല്ലിയാമ്പതി വനമേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ച് പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. പോലീസ് സംഘത്തോടൊപ്പം 24 സംഘവുമുണ്ട്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, നെല്ലിയാമ്പതി വനമേഖലയിലേക്ക് പോയിരിക്കാമെന്നൊരു സംശയം പോലീസിനുണ്ട് എന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് തരത്തിൽ അവിടെ പരിശോധന നടക്കുന്നു? നമ്മളുടെ സംഘവും ഒപ്പമുണ്ടല്ലോ. അനുജ, ഈ നാട്ടുകാർ ഏതാണ്ട് 20 സംഘങ്ങളോളമായി തിരിഞ്ഞ് നാട്ടുകാർക്കെല്ലാം തന്നെ ഇക്കാര്യത്തിൽ വലിയ രോഷമുണ്ട്. കാരണം ഈ പ്രതി, നേരത്തെ ഒരു കൊലപാതകം നടത്തിയ പ്രതി പരോളിലെത്തിയപ്പോൾ വീണ്ടും ഇത്തരത്തിൽ നിഷ്ഠൂരമായിട്ടൊരു കൊലപാതകം നടത്തി നാട്ടുകാരെയും നിയമ സംവിധാനത്തെയും ഒക്കെ വെറും നോക്കുകുത്തികളാക്കി മാറ്റിയിരിക്കുന്നു. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഈ പ്രതി എൻ്റെ പുറകിൽ കാണുന്ന ഈ ഭാഗത്തൂടെയാണ് പോയത്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പോകുന്ന വഴി പാടത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗം എന്ന് പറയുന്നത് നേരെ എത്തിച്ചേരുക അത് പ്രധാനപ്പെട്ട റോഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോൺ, ഈ പ്രതിയുടെ ഫോൺ കിട്ടിയതും ആ ഭാഗത്ത് നിന്നാണ്. പക്ഷേ ഈ മേഖല, ഇപ്പോൾ ഞാനുള്ളതിന് അഭിമുഖമായിട്ടുള്ള ഈ മേഖല എന്ന് പറയുന്നത് നെല്ലിയാമ്പതി മലനിരകളാണ്. ഒരു പക്ഷേ ഒളിച്ചു നിൽക്കാനും ഒക്കെ പറ്റുന്നൊരു പാതയാണ്. നേരത്തെ ഇയാൾ ആദ്യഘട്ടത്തിൽ സുധാകരൻ്റെ ഭാര്യയെ സജിതയെ കൊലപ്പെടുത്തിയ സമയത്ത് ഒളിച്ചിരുന്നതും സമാനമായ രീതിയിലുള്ള ഈ വനത്തോട് ചേർന്ന ഒരു പ്രദേശത്ത് തന്നെയായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പോലീസ് സംഘം ഇവിടേക്ക് കൂടി തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ ഡ്രോൺ പരിശോധന ഇവിടെ നടക്കുന്നുണ്ട്. വിവിധ ഘട്ടങ്ങളിലായിട്ട് ഡ്രോൺ പരിശോധന നടത്തുന്നുണ്ട്. ഡ്രോൺ പറത്തിക്കൊണ്ട് എവിടെയെങ്കിലും പ്രതിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് പ്രദേശവാസികളുടെ കൂടി സഹായത്തിൽ തേടുന്ന ഒരു തിരച്ചിലാണ്. ഇവരൊക്കെ രാവിലെ മുതൽ തിരച്ചിൽ നടത്തുന്ന ആളുകളാണ്. ഒരു സംഘം ഇപ്പോൾ തിരച്ചിൽ നടത്തി തിരികെ എത്തിയിട്ടുള്ള ഒരു സംഘമുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് ഇന്ന് ഇപ്പോൾ രാവിലെ മുതൽ തിരച്ചിൽ നടത്തിയത്? ഞങ്ങൾ 3 കിലോമീറ്റർ മേഖലയിൽ ഫുള്ള് തിരച്ചിൽ നടത്തി. പക്ഷെ ആളൊരു സൂചന കണ്ടു, പക്ഷെ അതിനുശേഷം കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴും തെരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് സൂചനയാണ് കിട്ടിയത്? ഒരാൾ ഓർഡർ ഇത് മാത്രം കണ്ടുള്ളൂ. പക്ഷെ ആൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. ഒരു കമ്പിവേലിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു, ഞങ്ങൾക്ക് ചാടാൻ കഴിഞ്ഞില്ല. പക്ഷെ അതൊരു കാട് മൊത്തം കാടായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുന്നില്ല. ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അനുജ, ഈ പ്രദേശവാസികളൊക്കെ പറയുന്ന ഒരു കാര്യം, എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കാൻ വഴിയില്ല. അതായത് എവിടെയെങ്കിലും മറിഞ്ഞിരിക്കുകയായിരിക്കും എന്നാണ് ഇവരൊക്കെ പറയുന്നത്. രക്ഷപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടല്ലേ? ഇവിടുന്ന് കടന്നിരിക്കില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും സാറ് ഇവിടെ നമ്മൾ രാവിലെ കണ്ടു എന്ന് പറഞ്ഞാൽ പ്രദേശത്ത് നിന്നിട്ടും അധികം പോകാൻ സാധ്യത കുറവാണ്. പിന്നെ ഈ മലനിരകളിലേക്ക് അധികം പോകാൻ സാധ്യതയില്ല, കാരണം അവിടെ വെള്ളവും മറ്റുള്ള കാര്യങ്ങളൊന്നും കിട്ടാൻ വഴിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞില്ല, ആ ഭാഗങ്ങളിലേക്ക് അവിടെ ഒരു പുഴവക്കത്ത് അവിടെ കൂടുതൽ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരുപാട് കുറ്റിക്കാടുകൾ പോലെയുള്ള ഏരിയയാണ്. ആ ഏരിയ ഭാഗങ്ങളിൽ ഒരുപാട് വെള്ളവും മറ്റുള്ള കിട്ടുന്നതുകൊണ്ട് ആ ഭാഗത്താണ് കൂടുതലുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മുടെ തിരുപ്പൂർ ഭാഗത്തേക്ക് ഒരു സംഘത്തിന് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ സാർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചിലപ്പോൾ കാരണം പറയാൻ പറ്റില്ല, ബസ് കയറി പോയിട്ടോ എന്നുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് ഇൻഫർമേഷൻ. തമിഴ്നാട്ടിലേക്ക് ഇവിടുന്ന് കടക്കാനുള്ള സാധ്യത എത്രത്തോളം? കുറച്ച്, അതായത് ഏകദേശം അവർ ഫാമിലി ആ ഭാഗത്തുള്ളത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ തറവാട്. കഴിഞ്ഞ സജിത ചേച്ചിയെ കൊലപ്പെടുത്തിയതിന് ശേഷവും അവിടെ അവരാണ് സേവ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിന് ശേഷം ഇവിടുന്ന് ഇൻഫർമേഷൻ കൊടുത്തു, എങ്ങനെ പോയാലും ഞങ്ങളെ കണ്ടുപിടിക്കാതിരിക്കില്ല എന്നുള്ള ഇൻഫർമേഷൻ കൊടുത്തതുകൊണ്ട് മാത്രം അന്നത്തെ ദിവസം രാത്രി ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് അതിന് ശേഷം വന്ന് ഇവർ ഇൻഫർമേഷൻ കൊടുത്തു. സജിതയെ കൊലപ്പെടുത്തിയിട്ട് ഇയാൾ ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞു. അതെ. ഞങ്ങൾ അന്നത്തെ ദിവസം രാത്രി 2 ദിവസം ഒരു ദിവസം ഞങ്ങൾ ഇതേപോലെ രാത്രി ഒരേ നല്ല തെരച്ചിലായിരുന്നു. പോലീസുകാർ നല്ല ഇതിലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി വന്നിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം പിന്നെ അന്ന് പിടികൂടുകയും ചെയ്തത്. ഇന്നിപ്പോൾ ഈ ഒരു പ്രദേശത്താണ് കൂടുതൽ കാണാൻ സാധ്യത. പക്ഷെ എന്നാലും നമുക്ക് ഉറപ്പ് പറയാറായിട്ടില്ല. എന്നാലിപ്പോൾ ഡ്രോൺ പരിശോധന അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വനത്തോട് ചേർന്ന പ്രദേശത്തെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പരിശോധന നടത്താൻ പറ്റുന്നത് ഡ്രോൺ ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള അത്തരത്തിലുള്ള ഒരു സെർച്ച് കൂടി ഇപ്പോൾ പുരോഗമിക്കൊണ്ടിരിക്കും. പോലീസിന്റെ ഡ്രോണാണ് ഉപയോഗിക്കുന്നത്. അവരാണ് ഈ പരിശോധനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. എന്തെങ്കിലും നമുക്കിപ്പോൾ കണ്ടെത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ നിലവിലത്തെ സാഹചര്യത്തിൽ? നിലവിലൊന്നും പറ്റിയിട്ടില്ല, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നിരീക്ഷിച്ച ശേഷം പറയാം. ഓക്കെ. അപ്പോൾ അവർ അത് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ അദ്ദേഹം ഓടിപ്പോയ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പരിശോധനയെങ്കിൽ ഇപ്പോൾ ഈ നെല്ലിയാമ്പതി മലനിരകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളൊരു പരിശോധനയാണ് നടക്കുന്നത്. അത് ഇവിടുത്തെ പ്രദേശവാസികളെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് പ്രദേശവാസികളെ കാണിച്ചത്. അവർക്കാവുമ്പോൾ അല്പം കൂടി ഈ കാര്യങ്ങൾ അവിടുത്തെ മറിഞ്ഞിരിക്കാനുള്ള ഗുഹകൾ അറിയുന്നുണ്ടാവും. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഇവർക്കും കൂടെ അറിയുന്നുണ്ടാവും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അവരെ കൂടി ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ തവണ ഈ സജിതയെ കൊലപ്പെടുത്തി
കൊലപ്പെടുത്തിയ സമയത്ത് ഈ പ്രതി രക്ഷപ്പെട്ടിരുന്നത് ഈ ഭാഗത്തുകൂടിയാണ്. ഇവിടേക്ക് പോയ അവരുടെ ഒരു തറവാട് വീടുണ്ട്, അത് അകലെയാണ്. എനിക്ക് എൻ്റെ കണ്ണിലൂടെ കാണാൻ പറ്റുന്നുണ്ട്, ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. വളരെ അകലെ ഒരു തറവാട് വീടുണ്ട്, ഒരു വെള്ള പെയിന്റ് അടിച്ചൊരു വീടാണ്. അവിടെയാണ്, അതിനോട് ചേർന്നാണ് ഇയാൾ അന്ന് അഭയം പ്രാപിച്ചിരുന്നത്. എല്ലാ ദിവസവും വനത്തിലേക്ക് പോകും. വൈകുന്നേരം ആകുമ്പോഴേക്കും ആ വീട്ടിലേക്ക്, വളരെ അകലെയാണ്, ആ വീട്ടിലേക്ക് ഇയാൾ ഭക്ഷണം കഴിക്കാൻ തിരിച്ചെത്തും. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് ഈ പ്രതി അന്ന് പോലീസ് പിടികൂടിയിരുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തെരച്ചിലാണ് അവിടെ നടക്കുന്നത്. വലിയ പാടശേഖരത്തിൽ, അതിനപ്പുറത്ത് വനമാണ്, കണ്ടുപിടിക്കുക ദുഷ്കരമാണ്. അതുകൊണ്ട് നാട്ടുകാരെ കൂടി അത് കാണിച്ചിട്ടാണ് ഡ്രോൺ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. നിഖിൽ പ്രമേശാണ് അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ കൊല്ലപ്പെട്ട സുധാകരന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണു എന്ന വിവരവും വരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന് എന്താണ് സംഭവിച്ചത്? സൂരജ് സജിയാണ് അവിടെ നിന്ന് ചേരുന്നത്. സൂരജ്, എന്താണ് ഉദ്യോഗസ്ഥന് സംഭവിച്ചത്? പിന്നെ മറ്റു വിവരങ്ങൾ കൂടി പറയും. സ്മിത, ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്നതിനിടയിലാണ് ഈ ഫോറൻസിക് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീഴുന്നത്. ഈ മുറിവടക്കം വലിയ ആഴത്തിലുള്ള മുറിവാണ് ഈ സുധാകരന് ഏറ്റിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അടക്കം ഈ ഫോറൻസിക് പരിശോധനകളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം പൊതിഞ്ഞു കിട്ടുന്നതിനിടയിലാണ് ഈ ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീഴുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥനെയും ഇവിടെ നിന്ന് പ്രാഥമിക ചികിത്സ നൽകി മാറ്റാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മൃതദേഹം നിലവിൽ ഇവിടെ നിന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു പ്രതിഷേധമൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ നമ്മളിവിടെ കണ്ടത്. പ്രതിയെ പിടികൂടാതെ ഈ മൃതദേഹം വിട്ടു നൽകില്ല എന്നൊരു കടുത്ത നിലപാടിലേക്ക് ഈ നാട്ടുകാരും ബന്ധുക്കളും എല്ലാം പോയി. പിന്നീട് ഈ നെന്മാറ MLA കെ ബാബുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് ഈ നാട്ടുകാരടക്കം ഒന്ന് വഴങ്ങുന്നു, അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോക്കം പോകുന്നത്. പിന്നീട് MLA ഇടപെട്ടുകൊണ്ട് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇന്ന് എന്തായാലും പോസ്റ്റ്മോർട്ടം നടക്കില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഈ സുധാകരൻ്റെയും അതുപോലെ തന്നെ അമ്മ ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ സൂക്ഷിക്കും. അതിനുശേഷം നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി രാവിലെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കുന്നത്. നേരത്തെ സുധാകരൻ്റെ അനുജനടക്കം ഈ മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഈ ദുരന്തം നടന്ന മേഖലയിലേക്ക്, കൊലപാതകം നടന്ന മേഖലയിലേക്ക് എത്തിയിരുന്നു. അവരെല്ലാവരും തന്നെ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. കാരണം അവരെ സംബന്ധിച്ച പലതവണ, ഇത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സുധാകരൻ്റെ മകൾ അഖിലയാണ് വാഹനത്തിൽ കയറ്റി ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറ്റുന്നതാണ്. ബന്ധുവീട്ടിലേക്ക് സുധാകരൻ്റെ മകളെ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ അഖില അടക്കം പറയുന്നത് ഇന്നലെ താൻ പോലും പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നത്. അങ്ങനെ പേടിച്ച് താൻ ഇന്നലെ വന്നിരുന്നുവെങ്കിൽ തനിക്കും ഈ ദുരന്തം സംഭവിച്ചേനെ എന്നുള്ളതാണ് അഖില പറയുന്നത്. നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം സംബന്ധിച്ച് അവർക്കെല്ലാവർക്കും പറയാനുള്ളത് ഈ പോലീസ് വീഴ്ചയിലേക്ക് തന്നെയാണ് അവരുടെ എല്ലാവരുടെയും പ്രതികരണങ്ങൾ നീങ്ങുന്നത്. കാരണം 29-ന് പോലീസിന് പരാതി നൽകുന്നു. ആ പരാതി നൽകി ഈ കേവലം പ്രതിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി 15 മിനിറ്റ് നേരം ഈ പ്രതിയെ ശാസിച്ചതിന് ശേഷം വിട്ടയക്കുന്നു. ആ പ്രതി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് എന്ന് പോലീസിനോട് പറയുമ്പോൾ പോലീസ് അത് അപ്പാടെ വിശ്വസിച്ച് പിന്നീട് ഈ പ്രതി എവിടെയാണെന്ന് പോലും അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ്. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഒരു പ്രതിയിൽ വിശ്വാസം അർപ്പിച്ചപ്പോൾ ഇവിടെ നെന്മാറയിൽ നഷ്ടപ്പെട്ടത് 2 ജീവനുകളാണ്. അതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈ നാടുള്ളത്. എന്തായാലും ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുടുംബാംഗങ്ങളെ അടക്കം മറ്റു ബന്ധുവീടുകളിലേക്കെല്ലാം തന്നെ മാറ്റുകയാണ്. പ്രതിക്കുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. സ്മിത. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ട സുധാകരൻ്റെ വീട്ടിൽ നിന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ, അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഇനിയിപ്പോൾ നിഖിൽ പ്രമേഷിലേക്ക് തന്നെ നമുക്ക് പോകാൻ തോന്നുന്നു അല്ലേ? ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അവിടെ പുരോഗമിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത്. പക്ഷേ നാട്ടുകാരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അവിടെയുള്ള പല സ്ഥലങ്ങളും അതിർത്തി പ്രദേശമാണ്, വനമാണ്. അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ കൂടുതൽ പരിചയമുള്ളത് നാട്ടുകാർക്കാണ്. അതുകൊണ്ട് നാട്ടുകാരെ കൂടി ഇതൊക്കെ കാണിച്ച് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് അവിടെ നിന്നുണ്ടാകുന്നുമുണ്ട്. ഇതിനിടയിൽ അമ്മയ്ക്കും മകനും സുരക്ഷ നൽകിയില്ല എന്നുള്ള രീതിയിൽ വലിയ പ്രതിഷേധങ്ങളാണ് അവിടെ നടക്കുന്നത്. കാരണം കൊലക്കേസ് പ്രതിയാണ്, ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഈ അരും കൊലകൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ വലിയ പ്രതിഷേധം നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ട്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, അവിടെ ഇപ്പോൾ പരിശോധന, ഒപ്പം തന്നെ ഈ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലായിരുന്നു. ഇപ്പോൾ അവിടെ നിൽക്കുന്ന നാട്ടുകാരോടും പ്രതികരണങ്ങൾ തേടിയിരുന്നു. സ്മിത, കാരണം ഇവിടെയുള്ള ആളുകളൊക്കെ വലിയ രോഷത്തിലാണ്. അവരെന്നോട് പറഞ്ഞത്
അവനെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾ തന്നെ തീർക്കുമെന്നാണ്, നിയമ സംവിധാനങ്ങൾക്കൊന്നും വിട്ടു നൽകില്ല എന്നാണ് അവർ പറയുന്നത്. വലിയ രോഷത്തിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല നടത്തുക, അതിനുശേഷം തിരികെ വന്ന് രാഗി മിനുക്കിയ കത്തിയുമായിട്ട് അടുത്ത കൊലപാതകം നടത്തുക, ഇത്രയും നാൾ പക വെച്ചാണ് അയാൾ നടന്നത്, ജയിലിൽ പോയിട്ടും ഒരു തരത്തിലുള്ള മാനസാന്തരവും ആ പ്രതിക്ക് ഉണ്ടായില്ല തുടങ്ങിയ ദേഷ്യവും അമർഷവും ഒക്കെയാണ് അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനുള്ള ഈ മേഖല എന്ന് പറയുന്നത് ഇവരുടെ വീട്ടിൽ നിന്ന് അല്പം മാറിയാണ്. അവിടെയൊക്കെ ഇത്തരത്തിൽ ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങളും വഴികളും ഒക്കെ ഉണ്ട്. ഇതുവഴിയാണ് ഇയാൾ ഓടിയത്. ഈ ഓടുന്നതിനിടെ ഈ പാടത്താണ് മൊബൈൽ ഫോൺ വീണ് കിടന്നിരുന്നത്. ഈ പാടത്തു നിന്നാണ് മൊബൈൽ ഫോൺ കിട്ടിയത്. അപ്പോൾ അതായത് പ്രതി കൃത്യമായി താൻ എവിടെയുണ്ട് എന്ന് ആരും ലൊക്കേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ സ്വീകരിച്ചുകൊണ്ടാണ് മടങ്ങിപ്പോയിട്ടുള്ളത്. എന്തായാലും ഈ നമുക്ക് വളരെ അകലെയായ ആളുകളെ കാണാൻ കഴിയും. അത് തെരച്ചിൽ നടത്തുന്ന ആളുകളെ വളരെ അകലെയായിക്കൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്. പോലീസും അവർക്കൊപ്പമുണ്ട്. പോലീസിന് സമാന്തരമായിക്കൊണ്ട് തന്നെ ഈ നാട്ടുകാർ വിവിധ സംഘങ്ങളായി ചേർന്ന് 20ഓളം സംഘങ്ങൾ അടങ്ങുന്ന നാട്ടുകാരാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളും അവർക്കൊപ്പം തന്നെ ഉണ്ട്. എന്തായാലും പ്രതി ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നത്. നാട്ടുകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പ്രതി ഒരുപക്ഷെ കടന്നു കളഞ്ഞിരിക്കാൻ, എവിടേക്കെങ്കിലും മാറാനുള്ള സാധ്യത വളരെ കുറവാണ്, എവിടെ ഒളിഞ്ഞിരിക്കുകയായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം ഇത്തരത്തിലുള്ള കുറെ കിടങ്ങുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. അങ്ങനെയുള്ള എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. കാരണം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായും പിടിയിലാകും. കാരണം അത്രയധികം ആളുകൾ ഇയാൾക്ക് ചുറ്റിലുമുണ്ട്. ഒരു നാടൊന്നാകെ ഈ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടി വളഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ തെങ്ങിൻ തോപ്പുകളിലോ മാവിൻ ചുവട്ടുകളിലോ അവിടെ എവിടെയെങ്കിലും തന്നെ ഈ പ്രതി ഒളിഞ്ഞിരിക്കുന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. പോലീസ് ആകട്ടെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചു. ഇപ്പോൾ എൻ്റെ പുറകിൽ നമുക്ക് ഈ നെല്ലിയാമ്പതി മലനിരകൾ കാണാം. ഈ ഭാഗം കേന്ദ്രീകരിച്ച്, അതായത് നെല്ലിയാമ്പതി മലനിരകളിലേക്ക് വനത്തിനകത്തേക്ക് ഇയാൾ കടന്നിട്ടുണ്ടോ അതോ തമിഴ്നാട് മേഖലയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സമാന്തരമായിക്കൊണ്ട് തന്നെ ഏറ്റവും ഫോക്കസ് കൊടുക്കുന്നത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും തന്നെ, അതായത് അധിക ദൂരം പോകാതെ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും പ്രതി എന്നുള്ളതാണ്. നിഖിൽ പ്രമേഷും സൂരജ് സജിയുമാണ്.